welcome to my channel. So the last class we were discussing about the chemical properties of alkene, that is in lesson hydrocarbon. So today we are going to start a very important and a very interesting topic, that is conformation. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു 90 to 95% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കൺഫോർമേഷൻസ്. അപ്പം നന്നായി ശ്രദ്ധിക്കാം, മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. ഞാൻ വെറും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പറഞ്ഞു തരില്ല, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോയാൽ മതി. അപ്പം നമുക്കിന്ന് എടുക്കാനുള്ളത് കൺഫോർമേഷനാണ്. അപ്പോൾ ഈ കൺഫോർമേഷൻ പറയുന്നതിൻ്റെ മുന്നേ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഈ കൺഫോർമേഷൻ എന്നൊക്കെ ഉള്ളത് അറിയണമല്ലോ. സോ ആദ്യം നമുക്കുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ ഐസോമെറിസം. വാട്ട് ഈസ് മെൻ ബൈ ഐസോമെറിസം നമ്മൾ പഠിച്ചതാണ്. നമ്മൾ 10th പഠിച്ചു, 11th ഇതാ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. Isomerism, the compounds which are having the same molecular formula but having different structures, they are called as the phenomenon is known as isomerism, and these different structures are known as isomers. ഓർമ്മയുണ്ടല്ലോ. ഇനിയും ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. Isomerism can be mainly of two types, that is structural isomerism and stereo isomerism. Structural പറ്റി പറയേണ്ട ആവശ്യമേ ഇല്ല, because we have discussed in detail this structural isomerism in grade 10 and also in organic chemistry. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീരിയോ ഐസോമെറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഓൺലി ദ ഡിഫറൻസ് ഇൻ ദിയർ സ്ട്രക്ചർ. അതിൽ തന്നെ പലതുണ്ടായിരുന്നു, ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, മെറ്റാമെറിസം ഒക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റീരിയോ ഐസോമെറിസം ഇതും നമ്മൾ ഓർഗാനിക്കലി ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റീരിയോ ഐസോമെറിസം? ദ കോമ്പൗണ്ട്സ് ആർ ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, ഓക്കെ, ബട്ട് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഒരേ മോളിക്കുലാർ ഫോർമുലയായിരിക്കും, ബട്ട് അവർ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ CH4-നൊക്കെ നമ്മുടെ ബുക്കിലാണ് റെപ്രസെൻറ്റ്, പക്ഷേ CH4 നമ്മുടെ ബുക്കിലാണോ കിടക്കുന്നതല്ല. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് എ 3-dimensional സ്ട്രക്ചർ, അല്ലേ? 3-dimensional സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഒരു ഇതപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മോളിക്യൂളാന്നൊക്കെ തോന്നണം, കാരണം എനിക്കിവിടെ ഈർക്കളൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ തൽക്കാലം നമ്മുടെ ഈ അഗർബദീൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ക്ലേ ഒക്കെ വെച്ചിട്ടൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഇതെന്താ സാധനം എന്നറിയോ? ഇത് നമ്മളിപ്പോൾ ഞാൻ ബോർഡിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. CH3 ഇതാരാ? ഈത്തേൻ. അതായത് ഇതൊരു കാർബൺ, ഇതാ ഒരു കാർബണിലെ 3 ഹൈഡ്രജൻ, ഈ ഒരു കാർബണിലെ 3 ഹൈഡ്രജൻ. ഇത് നമുക്ക് എന്ത് പറയും? ഇറ്റ്സ് എ 3-dimensional. ഇങ്ങനെയാണോ നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ കാണിക്കുക? ബുക്കിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. ഇറ്റ് ഈസ് നോട്ട് എ 3-dimensional അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് സ്പേസിൽ, അതായത് ഇങ്ങനെ ഒരു മോളിക്യൂൾ സ്പേസിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്തിൽ ഇതിൻ്റെ മോളിക്യൂൾസ് പലതരത്തിൽ സ്പേസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കാം, but having the same molecular formula but have different spatial arrangement. That phenomena is known as stereoisomerism, and such isomers, or such molecules having the same molecular formula but different spatial arrangement, such molecules are known as isomers. ഇനി stereoisomerism തന്നെ 2 ടൈപ്പിലുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ള. സ്റ്റീരിയോ ഐസോമെറിസത്തിന് വേറൊരു തരത്തിലും അവർ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, 2 ബേസ്ഡ് ഓൺ ജോമെട്രിക്കൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ. പക്ഷേ നമ്മളൊന്ന് കുറച്ചുകൂടെ ഡെപ്തിൽ പറയാണ്. സ്റ്റീരിയോ ഐസോമെറിസം ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു കൺഫോർമേഷണൽ ഐസോമേഴ്സ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ്. എന്താണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ്? ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഐസോമേഴ്സിൽ നിന്ന് കുറച്ചൊരു വേരിയേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പറഞ്ഞുതരുന്നത്, ഈ കൺഫോർമേഷൻ ഐസോമേഴ്സ് ആർ മെയിൻലി ഷോൺ ബൈ ആൽക്കെയിൻസ്. സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കെയിൻസ് ആണ് കൺഫോർമേഷണൽ ഐസോമറിസം കാണിക്കുന്നത്. അപ്പം എന്താണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ്? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ മുന്നൊരു കാര്യം പറയാൻ പറഞ്ഞു, സ്റ്റീരിയോ ഐസോമേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഇൻ സ്പേസ് ആണ്. ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഇൻ സ്പേസ് ആണ് അവരുടേത്. അപ്പം അങ്ങനെ കിട്ടുന്ന ഓരോ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സിനും നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻസ്. ഓരോ കോൺഫിഗറേഷൻസ് എന്നാണ് പറയുക. അതായത് ഓരോ ഐസോമേഴ്സും നമ്മൾ ഓരോ കോൺഫിഗറേഷൻസ് എന്നാണ് പറയുക. കോൺഫിഗറേഷൻ ആണ്, കൺഫോർമേഷൻസ് അല്ല, ഓരോ കോൺഫിഗറേഷൻ ആണ്. ഈ സ്റ്റീരിയോ ഐസോമേഴ്സ് നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ്. Conformational isomers are having the same molecular formula, having different spatial arrangement. Same molecular formula, different spatial arrangement.
and one form of this isomer can be converted into other form of isomer just by a single rotation. അതായത് ഇപ്പോൾ ഒരു മോളിക്യൂൾ ഇങ്ങനെ വെറുതെ വിചാരിക്കട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇതിപ്പം ഒരു മോളിക്യൂളാണെന്ന് വിചാരിക്കാം, വെറുതെ ഒരു മോളിക്യൂളെന്ന് വിചാരിക്കാം. അപ്പം ഈ മോളിക്യൂളിൽ ജസ്റ്റ് ഒരു റൊട്ടേറ്റ്, ഇപ്പം ഇതിന് തന്നെ പല രീതിയിൽ ഇതിനിപ്പോൾ സ്പേസിൽ നിൽക്കാം. ഇങ്ങനെ കാണിച്ചാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എ ബി സി ഡി ഇതൊരു മോളിക്യൂൾ. ഇതിൻ്റെ മോളിക്യുലർ ഫോർമുല പോലെ തന്നെ ചിലപ്പം ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടാൻ ഈ മോളിക്യൂൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒരു റൊട്ടേഷൻ കൊണ്ട് എന്താവും, ഒരു ഐസോമറിൽ നിന്ന് വേറൊരു ഐസോമേഴ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആർ ദോസ് മോളിക്യൂൾ വിച്ച് ആർ ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഹാവ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ആറ്റംസ് വിത്തിൻ ദ മോളിക്യൂൾ. അതേ മോളിക്യൂളിൽ തന്നെ ആറ്റത്തിൻ്റെ പൊസിഷനിൽ ഡിഫറൻസ് വരും. ആൻഡ് വൺ ഫോം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോം ജസ്റ്റ് ബൈ എ സിംഗിൾ റൊട്ടേഷൻ. ഒരു കുഞ്ഞു റൊട്ടേഷൻ കൊണ്ട് ഒരു ഐസോമറിനെ വേറൊരു ഐസോമറാക്കി മാറ്റും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ എന്താണെന്നുള്ള ക്ലാസിഫിക്കേഷൻ. ഈ കോൺഫിഗറേഷൻ ഐസോമേഴ്സ് ആണ് മോളിക്യൂൾസ് ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഇൻ സ്പേസ്. But one isomer cannot be converted into another one just by single rotation. It can be converted. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? either by breaking of bonds. ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഒരു ഐസോമറിൽ നിന്ന് വേറൊരു ഐസോമറിലേക്ക് എത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് കോൺഫിഗറേഷനിലും കൺഫോർമേഷനിലും തമ്മിൽ വ്യത്യാസം എന്താ? കൺഫോർമേഷൻ രണ്ടാകും സെയിം മോളിക്യുലർ ഫോർമുലയാണ്, ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ സ്പേസ് ആണ്. ബട്ട് ഇൻ കൺഫോർമേഷണൽ ഐസോമേഴ്സ് ദ മോളിക്യൂൾ ദ വൺ ഐസോമർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഐസോമർ ജസ്റ്റ് ബൈ എ സിംഗിൾ റൊട്ടേഷൻ. ഒരു സിമ്പിൾ റൊട്ടേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. But in configurational isomer, one isomer cannot be converted into other isomer just by a simple rotation, either by breaking of bonds. അതായത് ബോൺസിൻ്റെ റീഅറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ബോൺസിൻ്റെ ബ്രേക്കിങ്ങോ വേണമെന്നുള്ളതാണ് ഈ ഐസോമേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി നമ്മൾ ഡീറ്റെയിൽ നമുക്ക് ഇപ്പോൾ കോൺഫിഗറേഷനിൽ പഠിക്കാനില്ല. നമുക്ക് എപ്പോഴാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആൽക്കീൻ എടുക്കുമ്പോൾ. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കൺഫോർമേഷണൽ ഐസോമേഴ്സാണ്. അപ്പോൾ കൺഫോർമേഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ആദ്യം പറയണം, നമ്മൾ പറഞ്ഞു ഇതൊരു ബോണ്ടിൻ്റെ റൊട്ടേഷൻ വഴിയാണെന്നുള്ളത് പറഞ്ഞു. അപ്പം എന്താണ്? ദിസ് ഇസ് മെയിൻലി ഷോൺ ബൈ അവർ ആൽക്കീൻസ്. ആൽക്കീൻസ് കാണിക്കുന്ന ഒരു ഐസോമറിസമാണ് ഈ കൺഫോർമേഷണൽ ഐസോമറിസം. ഇനി എന്താണ് കൺഫോർമേഷണൽ ഐസോമർ? ഡെഫിനിഷൻ നോക്കി എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ? കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആർ മോളിക്യൂൾസ് വിച്ച് ആർ ഹാവിങ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ആറ്റം ഇൻ സ്പേസ് വിത്തിൻ ദ മോളിക്യൂൾ. അതായത് ഒരേ മോളിക്യൂളിൽ തന്നെ ആറ്റത്തിൻ്റെ പൊസിഷനിൽ എന്താണ് ചേഞ്ച് വരികയാണ്. ആൻഡ് വൺ ഐസോമർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഐസോമർ ജസ്റ്റ് ബൈ എ സിംഗിൾ റൊട്ടേഷൻ അലോങ് ദി സിഗ്മ ബോണ്ടാണ്. ഇനിയാണ് നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് മെൻ ബൈ കൺഫോർമേഷൻ, ഓർ വാട്ട് ഈസ് മെൻ ബൈ റൊട്ടേഷണൽ ഐസോമേഴ്സ്, ഓർ വാട്ട് ഈസ് മെൻ ബൈ റോട്ടേമേഴ്സ്, ഓർ വാട്ട് ഈസ് മെൻ ബൈ കൺഫോമേഴ്സ്? ഇതൊക്കെ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്: ദ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മൊമെൻ്ററി അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം. ഇൻഫൈനൈറ്റ് നമ്പർ ഉണ്ടാവും. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മൊമെൻ്ററി, ഓരോ മൊമെൻറ്റിലുള്ള അറേഞ്ച്മെൻറ്റ്. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഇതിപ്പോൾ ഒരു കാർബൺ ഒരു ഇവിടെയും മൂന്ന് ആൾക്കാരുണ്ട്, ഇവിടെയും 3 ആൾക്കാരുണ്ട് ഇരിക്കുക. ഇവർ ചിലപ്പം ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കും, ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. പല മൊമെൻറ്റിൽ പലതായിരിക്കും അവരുടെ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ്. സോ ദ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മൊമെൻ്ററി അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ സ്പേസിലുള്ള സ്പേസത്തെ കാര്യം നമ്മൾ പറഞ്ഞത് നമുക്ക് ചുറ്റും, അതായത് നമ്മൾ 3 ഡയമെൻഷനിൽ കാണുന്ന പോലെ ഇൻ സ്പേസ്, which result through rotation about a single bond are called as conformations, and these molecules are known as rotational isomers or rotamers അല്ലെങ്കിൽ കൺഫോമേഴ്സ്. ഇങ്ങനെയുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സിനും നമ്മൾ കൺഫോമേഴ്സ് എന്ന് പറയും, റോട്ടേമേഴ്സ് എന്ന് പറയും, റൊട്ടേഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. ഈ ഫിനോമിനെ നമ്മൾ കൺഫോർമേഷൻ ഐസോമറിസം എന്ന് പറയും. സോ വാട്ട് ഇസ് മെൻ ബൈ കൺഫോർമേഷൻ ഐസോമറിസം? ഇറ്റ്സ് എ ഫിനോമിന ഇൻ വിച്ച് ദർ ഇസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് momentary arrangement of atoms in space which results through the rotation about a single bond are called as conformation. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാണ് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് നമ്മളിപ്പം ആൽക്കൈനെ കൺസിഡർ ചെയ്യുമ്പം CH4 എന്ന് പറയുന്ന ആൾക്ക് 4 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ അതിലൊരു അറേഞ്ച്മെൻറ്റ് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം ഒരേ ഹൈഡ്രജൻ ആറ്റംസ് ആണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഹയർ ആയിട്ടുള്ള ഈത്തേനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മീത്തേൻ തന്നെ 4 ഹൈഡ്രജനായിട്ടാണ്. അതിപ്പോൾ എല്ലാവരും ഒരു പൊസിഷനിൽ ഒരു പൊസിഷനിലേക്ക് മാറിയാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ വി വിൽ ബി കൺസിഡറിങ് ഈത്തേൻ മോളിക്യൂൾ ഫോർ ദിസ് കൺഫർമേഷൻ, ഫോർ സ്റ്റഡിങ് കൺഫർമേഷൻ. ഈത്തേൻ മോളിക്യൂൾ നമുക്കറിയാം, ദ കാർബൺ ആറ്റം ഇൻ ഈത്തേൻ ഇസ് അണ്ടർഗോയിങ് sp3 hybridization. So each sp3 hybrid orbital of one carbon atom overlap with the sp3 hybrid orbital of the other carbon atom to form a sigma bond. ഓർമ്മയുണ്ടല്ലോ, അതായത് ഒരു കാർബണിലെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലും വേറൊരു കാർബണിലെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് along the internuclear axis. ഇവരെ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് along ആയിട്ട് അവർ ബോണ്ട് ചെയ്തിട്ടാണ് വി ആർ ഗെറ്റിംഗ് എ സിഗ്മ ബോണ്ട്. സോ ദ ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺസ് അല്ലേ ഉള്ള ഓർബിറ്റിൽ, ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എലോങ് ദിസ് മോളിക്കുലാർ ഓർബിറ്റൽ ഇസ് ഹാവിങ് ലൈക്ക് എ സിലിണ്ടറിക്കൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഇതൊരിക്കലും നിങ്ങളിങ്ങനെ വിചാരിക്കരുത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ബൗണ്ടറി ഉണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ along this bond is like a cylindrical arrangement. That is sigma bond which is formed between carbon in ethane. The electron distribution is like a cylindrical. Cylinder is നമ്മുടെ can ഒക്കെ പോലെ ഒരു cylindrical arrangement. So the molecule are able to rotate along this cylindrical arrangement. That is why these molecules are having different spatial arrangement. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഏറ്റവും, ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഇതൊക്കെ പൊട്ടി വീഴട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, കാരണം ഇത് ജസ്റ്റ് ഞാനൊരു ക്ലേ ഒക്കെ വെച്ച് തൽക്കാലം, കുട്ടികളുടെ ക്ലേ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്താണ്? ഇതാണ് നമ്മുടെ ഈത്തേൻ മോളിക്യൂൾ. ഈ ഈത്തേനെ നിങ്ങൾക്ക് ഇതേപോലെ ടെക്സ്റ്റിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇതാണ് നമ്മുടെ ഇതാണെന്നല്ല, ഇതുപോലെയാണ് നമ്മുടെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്. ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ടു കാർബൺ ബോണ്ട് ഞാൻ വലിയൊരു റീഫിൽ വെച്ച് കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ ബോണ്ട് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇതിങ്ങനെ അടുത്താണ് ഉണ്ടാവുക. നമുക്കറിയാം അത് വിൽ ബി അവർ ക്ലോസ് ആയിട്ട്, പക്ഷെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയൊരു ബോണ്ട് എടുത്താണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? കൺഫർമേഷൻസ് ഓഫ് ഈത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ കാർബൺ ഇസ് ജസ്റ്റ് ലൈക്ക് എ സിലിണ്ടറിക്കൽ, സോ ദാറ്റ് ദ മോളിക്യൂൾ ഇസ് ഏബിൾ ഓർ ദ സിഗ്മ ബോണ്ട് ഇസ് ഏബിൾ ടു റൊട്ടേറ്റ്. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി സറൗണ്ടിങ്. എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾ ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇയാളിങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾക്ക് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തൂടെ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവാം വിത്തൗട്ട് എനി ഡിസ്റ്റോഷൻ ഇൻ ഇറ്റ് സ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചർ പൊട്ടാനോ ബോണ്ട് ബ്രേക്കോ ഒന്നുമില്ല, ബട്ട് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് എലോങ് ദിസ് ആക്സിസ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പം നമ്മൾ ഇനി കൺസിഡർ ചെയ്യുക ഈ കാർബണിൻ്റെ ഈ ഹൈഡ്രജനെ വെച്ചിട്ടാണ് ഇതിനെ നോക്കുക. ആദ്യം നോക്കൂ, ഇവരെല്ലാവരും ഒരുപോലെ. പിന്നെ അടുത്ത മൊമെൻറ്റിൽ ഇത് ഇങ്ങോട്ട് മാറും, അടുത്ത മൊമെൻറ്റിൽ ഇത് ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ഈ ഹൈഡ്രജനെ നോക്കുമ്പം ദ പൊസിഷൻ ഓഫ് ദിസ് ഹൈഡ്രജൻ ആറ്റം ഇസ് ചേഞ്ച്. ഇങ്ങനെ നോക്കി കണ്ടോ, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് കണ്ടോ ഓരോ പൊസിഷനും. അപ്പോൾ ഓരോ മൊമെൻറ്റിലും ഡിഫറെൻറ്റ് ഇതൊരു കൺഫോമറാണ്, ഇതൊരു കൺഫോമർ, ഇതടുത്ത കൺഫോമർ, ഇതൊരു കൺഫോമർ. അപ്പോൾ ഒരു കൺഫോമറിൽ നിന്ന് ഒരു കൺഫോമറിലേക്ക് മാറാൻ ജസ്റ്റ് ഒരു റൊട്ടേഷൻ എലോങ് ദി സിഗ്മ ബോണ്ട് മതി. ഇപ്പോൾ മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മൊമെൻ്ററി അറേഞ്ച്മെൻറ്റ് in space is possible just by a rotation through an axis of a single bond, rotation about the single bond, and this is known as conformation. അപ്പം നമ്മളിപ്പം ഈത്തേൻ്റെ കാര്യം പറഞ്ഞപ്പം ദാറ്റ് ഈസ് ദി കാർബൺ ബോണ്ട് ഇസ് ഫോം ബൈ ദി sp3, the overlap of sp3 hybrid orbital. The electron cloud along this carbon bond is like having a cylindrical arrangement. Thereby, the molecule are able to rotate along this sigma bond. During their rotation, it can produce different spatial arrangement, and each of these we are considering by considering the other hydrogen atom. ഇത്രയും കാര്യം ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ഇതിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ല, ഇതിനും അതായത് ഈ മോളിക്യൂളും ഇസ് ഓൾസോ എക്സ്പീരിയൻസിങ് എ സ്ട്രെയിൻ വെൻ ഇറ്റ് റൊട്ടേറ്റ് ഫ്രം വൺ കൺഫോമർ ടു അതർ കൺഫോമർ. അതായത് ഇതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു എനർജി ബാരിയർ ക്രോസ് ചെയ്യണം. എന്താ എനർജി ബാരിയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി ഉണ്ടാവും അതിന് ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. ആ എനർജി ക്രോസ് ചെയ്താൽ മാത്രമേ ഇറ്റ് ക്യാൻ മൂവ് ഫ്രം വൺ കൺഫോമർ ടു അതർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ സ്ട്രെയിൻ വെൻ ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ കൺഫോർമേഷൻ ടു അതർ കൺഫോർമേഷൻ, ആൻഡ് ദാറ്റ് എനർജി വിച്ച് it needed to cross from one conformer to other is
120 കിലോ ജൂൾ പെർ മോൾ. അതായത് ഒരു കൺഫോർമേഷനിൽ നിന്ന് അടുത്തൊരു കൺഫോർമേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് അത് വെറുതെ ഫ്രീ അല്ല, ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ സ്ട്രെയിൻ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് ടു ക്രോസ് ആൻ എനർജി ബാരിയർ ഓഫ് 120 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ ആ എനർജി ഇതിന് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ റൂം ടെമ്പറേച്ചറിലെ എനർജി മതി ശരിക്കും അതിന് എന്ത് ചെയ്യാൻ, ഈ ഒരു എനർജി ബാരിയർ ക്രോസ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ട്? അതായത് വെൻ ഇറ്റ് മൂവ് ഫ്രം വൺ കൺഫർമേഷൻ ടു അതർ കൺഫർമേഷൻ ഇറ്റ് ഹാസ് ടു cross an energy barrier that is almost 120 kilojoule per mole. Our energy barrier and it can easily cross that from the energy which it gets from the atmosphere. നമ്മുടെ റൂം ടെമ്പറേച്ചർ മതി ശരിക്കും അതൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ആ ഒരു സ്ട്രെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ടോർഷണൽ സ്ട്രെയിൻ ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ, കാരണം നമുക്ക് എക്സാമിന് വരും. അപ്പോൾ എന്താണ് ഈ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? ദ സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദി മോളിക്യൂൾ വെൻ ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ കൺഫർമേഷൻ ടു അതർ കൺഫർമേഷൻ ഇസ് നോൺ ആസ് torsional strain. So do not think that these molecules are very easy to move. No, it requires some energy to cross that energy barrier of 120 kilojoule per mole to move from one conformation to other conformation. അപ്പോൾ ഇങ്ങനെ കുറേ കൺഫർമേഷൻസ് പോസിബിൾ അല്ലേ? ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കൺഫർമേഷൻ ആണ്. വൺ ഇസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആൻഡ് അതർ വൺ ഇസ് സ്റ്റാഗേർഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഇസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആൻഡ് അതർ വൺ ഇസ് സ്റ്റാഗേർഡ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ കുറേ കൺഫർമേഷൻസ് പോസിബിൾ ആണ്. അതിൽ ഒന്നാണ് എക്ലിപ്സ്ഡ് ആൻഡ് അതർ വൺ ഇസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. എന്താണ് ഈ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ? നിങ്ങൾ ഈ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? എന്താണ് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ. അതെന്താ സംഭവം? നമുക്കറിയാം വെൻ അതായത് ഏർത്തും സണ്ണും മൂണും ഒരേ ലൈനിൽ വരുമ്പം ഒരു ടൈപ്പ് ഓഫ് എക്ലിപ്സ് ഇൻ ബിറ്റ്വീൻ, അതായത് അങ്ങനെ വരുമ്പോഴൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സിൻ്റെയും. അതായത് സോളാർ എക്ലിപ്സിൽ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, സണ്ണിൻ്റെയും എർത്തിൻ്റെയും ബിറ്റ്വീനിൽ മൂൺ വന്ന് നിൽക്കുമ്പോഴാണ് സോളാർ എക്ലിപ്സ്. അതേപോലെ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൺഫോർമേഷൻ വരും. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഈ മുന്നിലുള്ള 3 ഹൈഡ്രജൻ ആറ്റവും പിന്നിലുള്ള 3 ആൾക്കാർ, എൻ്റെ ഈ വടീൻ്റെയൊക്കെ ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കും കണ്ടോ, ഒരേപോലെ ആയിരിക്കും അവർ നിൽക്കുന്നുണ്ടാവും. ജസ്റ്റ് ലൈക്ക് സെയിം ഫ്രണ്ടിലുള്ള ആൾക്കാർ നിൽക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കൺഫർമേഷനെയാണ് കണ്ടോ. ഇതും ഒരേ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക്, ഇത് ബാക്ക് ടു ബാക്ക്, ഇത് ബാക്ക്. ഇതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയും. സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഇപ്പം ഇതിൻ്റെ അതായത് ഡൗൺ സൈഡിലേക്കുള്ള ഹൈഡ്രജൻ ആറ്റം, ഡൗണിലുള്ള ഹൈഡ്രജൻ ആറ്റം, അപ്പിലുള്ള 2 ആൾക്കാരും ഇങ്ങനെ. ഇനി ഈ സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് താഴെയുള്ള ആളുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഈ ബാക്കിലുള്ള ആളുടെ ഹൈഡ്രജൻ, ഈ 2 ആളുടെയും ഇവിടെ ഈ ഗ്യാപ്പിൽ, അതായത് സ്റ്റാഗേർഡ് ആയിട്ട്. അപ്പം വി ഹാവ് ടു ലേൺ മെയിൻലി 2 കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. എക്ലിപ്സ് തന്നെ ജസ്റ്റ് ബാക്ക് ടു ബാക്ക്, അതായത് ഫ്രണ്ടിലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാക്കിൽ തന്നെ ജസ്റ്റ് നെക്സ്റ്റ് ഹൈഡ്രജൻ ആറ്റം, അങ്ങനെ ഈ 3 ഹൈഡ്രജൻ ആറ്റം ബാക്ക് ടു ബാക്ക് ആയിട്ട് ബാക്കിലുള്ള കാർബണിൻ്റെ ഹൈഡ്രജൻ ആറ്റം. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ്, വി ക്യാൻ സീ ദാറ്റ് the 2 hydrogen atom, the backside hydrogen atom is in between, just in between of that the 2 hydrogen. ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ജസ്റ്റ് ബാക്ക് സൈഡിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കൺഫർമേഷൻസും, അതായത് ഇങ്ങനെ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും അല്ലാത്ത എല്ലാ കൺഫർമേഷനും നമ്മൾ പറയുന്ന പേരാണ് സ്ക്യൂ കൺഫർമേഷൻസ്. ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും നമ്മൾ എന്ത് പറയും? സ്ക്യൂ കൺഫർമേഷൻ. അപ്പോൾ എന്താണ് എക്ലിപ്സ്ഡ്, എന്താണ് സ്റ്റാഗേർഡ് നോക്കണ്ടേ? So very very important, what is meant by eclipsed and what is meant by staggered or what is meant by skew confirmation. എക്ലിപ്സ് കൺഫർമേഷൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്ര കാര്യമായിട്ട് ഇതൊക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങളിതൊന്നും പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കരുത് കേട്ടോ, ഭയങ്കര കഷ്ടമാണ്. കാരണം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകട്ടോ, ഞാനൊക്കെ കാര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വരെ കാണിച്ചത്. സോ എക്ലിപ്സ്ഡ് കൺഫർമേഷൻസ് ആർ ദോസ് കൺഫർമേഷൻ ദി ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു 2 കാർബൺ ആറ്റം ആർ ക്ലോസ് ടുഗെദർ ആസ് പോസിബിൾ. അതായത് ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന്, ഇതിനെ ഞാനൊന്ന് അടുത്തേക്ക് കൊണ്ടുവരാം നിങ്ങൾക്കൊന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പേര് ഞാൻ അടുത്ത് കൊണ്ടുവന്ന് നോക്കി നോക്കൂ. ഇവർ 2 ഹൈഡ്രജൻ ആറ്റവും കണ്ടോ, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ദേ ആർ ആസ് ക്ലോസ് ആസ് പോസിബിൾ അല്ലേ? ഇതാണ് എക്ലിപ്സ്ഡ് അറേഞ്ച്മെൻറ്റ്. ദാറ്റ് ഈസ് ദി കാർബൺ ആറ്റം ഓഫ് ദ കാർബൺ ആറ്റം വിച്ച് ഇസ് പ്രസൻറ്റ് ഓൺ ദി സെക്കൻഡ് കാർബൺ hydrogen atom which is present on the second carbon atom is exactly the back side of the hydrogen atom of the front carbon or the first carbon atom. കണ്ടോ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ജസ്റ്റ് ബിഹൈൻഡ് ആണ്. സോ ദാറ്റ് these 2 hydrogen are so close together. So in eclipsed conformation
conformation, the hydrogen atom attached to two carbon atom are close together as possible. The hydrogen atom of the second carbon atom are exactly behind that of the first carbon atom. ഇതാണ് നമ്മുടെ eclipsed conformation. ഇനി സ്റ്റാഗേർഡ് എന്താണ്? സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ദ ടു ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ടു കാർബൺ ആറ്റം ഇസ് ആസ് ഫാർ ആസ് പോസിബിൾ. ആസ് ഫാർ ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല അറേഞ്ച്മെൻറ്റ്. കേട്ടോ, ഇതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും ഫാറായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് all the carbon or the hydrogen atom will be as far as possible. That is, the staggered conformations are those in which the hydrogen atom in two carbon atom is as far as possible. Such type of arrangement or conformations are known as staggered conformation. All the other conformation in between that of staggered and eclipsed conformations are called as skew conformations. Clear ആണോ? അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് എക്സാമിന് പറയാണ്, ഡ്രോ ദി എക്ലിപ്സ്ഡ് കോൺഫിഗറേഷൻ ഓഫ് ഈത്തേൻ ഓർ ഡ്രോ ദി എക്ലിപ്സ്ഡ് കോൺഫിഗറേഷൻ ഓഫ് ബ്യൂട്ടേൻ. നിങ്ങൾക്ക് ഇതേപോലെ എങ്ങനെ ഒരു പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? കാരണം ഇതൊരു 3 ഡയമെൻഷണൽ പിക്ചർ അല്ലേ, ഇതൊരു 3 ഡയമെൻഷണൽ പിക്ചർ. ഇതിനെ കയറി നിങ്ങൾ എങ്ങനെ പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യും? സോ ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ദ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദീസ് മോളിക്യൂൾസ് ഇൻ ടു 2 ഡയമെൻഷൻ, ദർ ആർ മെയിൻലി 2 പ്രൊജക്ഷൻ മെത്തേഡ് വിച്ച് വി ക്യാൻ യൂസ്. One is Sohor's method. എന്താണ്? Sohor's projection formula. ഒന്ന് സോഹോഴ്സിൻ്റെ പ്രൊജക്ഷൻ വെച്ച് യൂസ് ചെയ്യാം. Newman projection can be used in order to represent a 3-dimensional molecular conformation in a 2-dimensional representation. 3-dimensional representation നമുക്ക് 2-dimensional യൂസ് ചെയ്യാൻ 2 പ്രൊജക്ഷൻസ് ഉണ്ട്. ഒന്ന് സോഹോഴ്സ് പ്രൊജക്ഷനും ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷനും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഹോഴ്സ്. ഈ സോഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോഴ്സിൻ്റെ പേരിലെ എനിക്കല്ല, ഞാൻ കാലിക്കറ്റിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിൽ ഈ പെയിൻ്റൊക്കെ അടിക്കാൻ വരുന്നവരൊരു സാധനം, ഒരു പലക ഇങ്ങനെ അടിക്കും. എന്നിട്ട് അതിൻ്റെ 2 കാലിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാധനം, അതിന് ഇങ്ങനെ ഒരു കാലും ഉണ്ടാവും, ഇങ്ങനെ ഒരു കാലും ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ മോഡേൺ ആയിട്ട് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ബോളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും ഈ പലക വെച്ച് ചെയ്യണതും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കുതിര എന്നൊക്കെ പറയും. കുതിരയുണ്ട്. പണ്ടൊക്കെ ഞാൻ ഒരിക്കലും എന്താ കുതിര ചോദിക്കുന്നത്. ഈ ഒരു സാധനത്തിന് എളുപ്പത്തിൽ പറയും പെയിൻ്റൊക്കെ ചെയ്യണ ഒരു കുതിരയുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യും. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ അയണിലൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മരത്തിൻ്റെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ട്? ഇനി ഇല്ലെങ്കിൽ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയേ. ഇതൊരു പലക, ഇതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക് തന്നെയായിട്ട് അടുത്ത കാലം എന്നുള്ള ഒരു രീതിയിൽ. അതേപോലെ നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഈത്തേനെ ഒരു സോഹോഴ്സ് അറേഞ്ച്മെൻറ്റ്. അതിൽ ഇപ്പം എനിക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന കാർബൺ, ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ വി ആർ വ്യൂവിങ് ദിസ് മോളിക്യൂൾ എലോങ് ദിസ് ഇൻ്റർന്യൂക്ലിയർ ഓർ ദിസ് എലോങ് ദെയർ ബോണ്ട്. അതായത് അവരുടെ ബോണ്ടിനെ എലോങ് ചെയ്തിട്ട് വ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു മെത്തേഡിൽ വരയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മൾ the Sohor's representation, we are viewing the molecule just along their കാർബൺ അതായത് അവരുടെ കാർബൺ മോളിക്കുലാർ ആക്സിസിനെ വ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് പോയിന്റ് ഹിയർ ദ മോളിക്യൂൾ ഇസ് വ്യൂഡ് അലോങ് ദ മോളിക്കുലാർ ആക്സിസ്, ദാറ്റ് ഈസ് കാർബൺ ഇസ് ഡിനോട്ടഡ്. ഇനി ഈ മോളിക്കുലാർ ആക്സിസിനെ നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഈ കാർബണിനെ ഫ്രണ്ട് കാർബൺ ആറ്റം, ദ കാർബൺ വിച്ച് ഇസ് പ്രസൻറ്റ്, ഇതിനെ നമ്മൾ ആദ്യം താഴെ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കാർബണിലാണ് അതിനെ ഇവിടുന്ന് ഒരു ചരിച്ചിട്ട് ഒരു റൈറ്റിലേക്ക് അടുത്തൊന്നിനെ വരയ്ക്കും. അതായത് ജസ്റ്റ് ഇങ്ങനെ ഈ കാർബൺ, അതായത് ഫ്രണ്ടിലുള്ള കാർബൺ ഇങ്ങനെ വരയ്ക്കും, ആ ബാക്കിലുള്ള കാർബണ് ജസ്റ്റ് റൈറ്റിലേക്ക് ഒരു വലിയൊരു ബോണ്ട് ലെങ്ത്ത് വെച്ചിട്ട്, അതായത് വലിയ ബോണ്ട് ലെങ്ത്ത് കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 3 ഹൈഡ്രജൻ ആറ്റത്തിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദി അതർ ഹൈഡ്രജൻ ആറ്റം ഇസ് ഓൾസോ റെപ്രസെൻറ്റഡ് ഇൻ ദിസ് വേ. ഇപ്പം നമുക്കിതിനെ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കാർബൺ, ഈ ഹൈഡ്രജൻ്റെ ബാക്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാക്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാക്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം. ഇതേത് കൺഫോർമേഷനാണ്? എക്ലിപ്സ്ഡ്. ഇനി സ്റ്റാഗേർഡ് ഞാൻ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി?
ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ദിസ് ഇസ് ദി eclipsed conformation or the eclipsed conformation of ethane, and this is staggered conformation of ethane. In eclipsed conformation, the hydrogen atom is one carbon atom is exactly just behind the hydrogen atom of the other carbon atom. In staggered conformation, the two hydrogen atom which is in one carbon atom and the other carbon atom is far apart as far as possible. അപ്പോൾ ഇതാണ് സോഹോഴ്സിൻ്റെ വി ആർ റെപ്രസെൻറ്റിംഗ് ദ മോളിക്യൂൾ ബൈ കൺസിഡറിംഗ് ദ മോളിക്കുലർ ആക്സിസ്. ദ ഫസ്റ്റ് കാർബൺ ആറ്റം വിച്ച് ഇസ് ടുവേർഡ്സ് ദ ഫ്രണ്ട് വിൽ ബി കൺസിഡേർഡ് അറ്റ് ദി ലോവർ എൻഡ് ആൻഡ് ദി അതർ കാർബൺ ആറ്റം വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് ദി അപ്പർ എൻഡ് സ്ലൈറ്റ്ലി ടു ദി റൈറ്റ്, ആൻഡ് ദെൻ വി റെപ്രസെൻറ്റ് ദി ഹൈഡ്രോജൻ ആറ്റം. ദിസ് ഇസ് ദി എക്ലിപ്സ് കൺഫർമേഷൻ ആൻഡ് ദിസ് ഇസ് ദി സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇനി ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ഇനി അടുത്തത് ന്യൂമാൻ അല്ലേ. ന്യൂമാനിൽ വി ആർ കൺസിഡറിംഗ് ഓർ വ്യൂയിങ് ദ മോളിക്യൂൾ ജസ്റ്റ് ഫ്രം ഹെഡ് ഓൺ, ദാറ്റ് ഇസ് that from the front side. നമ്മൾ ഈ കാർബണിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ അവരെ ഹെഡ് ഓൺ വ്യൂ ചെയ്തിട്ടാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയാ വെച്ചാൽ ഈ ഫ്രണ്ട് കാർബൺ ആറ്റം എനിക്ക് ഫേസ് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഐ എം ജസ്റ്റ് റെപ്രസെൻറ്റിങ് ഇറ്റ് ബൈ എ ഡോട്ട്. ഫ്രണ്ട് കാർബൺ ആറ്റത്തിന് ഞാനൊരു ഡോട്ടായിട്ട്, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഇതാണ്, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അതിനെ ഞാനൊരു ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ദ 3 ഹൈഡ്രോജൻ ആറ്റം ആർ റെപ്രസെൻറ്റഡ് ബൈ എ ബാർ വിത്ത് 120 ആംഗിൾ ബിറ്റ്വീൻ ദം. ഇവരൊരു 120 ആംഗിൾ ഞാൻ ആദ്യം വരച്ചിട്ടു. എന്നിട്ട് അടുത്തത് ബാക്ക് സൈഡ് കാർബൺ ആറ്റം ഐ എം ജസ്റ്റ് റെപ്രസെൻറ്റിങ് ഇറ്റ് ബൈ എ സർക്കിൾ. ബാക്കിലതിനെ ഞാനൊരു സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഹൈഡ്രോജൻ ആറ്റത്തിനും ഞാൻ 120 ഡിഗ്രി എപ്പാർട്ടിൽ ഡ്രോ ചെയ്തു. ഓക്കെ, നൗ എനിക്കിതിൻ്റെ റൊട്ടേഷൻ ഇതിനിങ്ങനെ ഫ്രണ്ടിലെ കാർബൺ ആറ്റം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓരോ കൺഫർമേഷന് പോസിബിൾ അല്ലേ. അപ്പോൾ ഇനി ഇതിൽ ഞാൻ എന്ത് കാണിക്കണം? നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് ദി ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ഫോർ ദി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈത്തേൻ. ഇത് ഏത് കൺഫർമേഷനാണ് നോക്കൂ. ഈ രണ്ടാളുടെ ഇൻ ബിറ്റ്വീൻ, അതായത് മാക്സിമം ഹൈഡ്രോജൻ ആറ്റം, അതായത് ഇതാണ് ഫ്രണ്ട് ടൈപ്പിലെ കാർബൺ ആറ്റം, ഇതാണ് ബാക്ക് സൈഡിലെ കാർബൺ ആറ്റം, ഇതാണ് ബാക്ക് സൈഡിലെ ഹൈഡ്രോജൻ ആറ്റം, ഇതാണ് ഫ്രണ്ട് സൈഡിലെ ഹൈഡ്രോജൻ ആറ്റം. ഈ ഹൈഡ്രോജൻ ആറ്റവും ഇതൊക്കെ ഏറ്റവും ഫാർ അപ്പാർട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. ആൻഡ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇസ് നോൺ ആസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പോൾ എക്ലിപ്സ്ഡ് എങ്ങനെയാണ്? ഞാൻ ആദ്യം ഒരു ഡോട്ട് വരച്ചു, 3 ഹൈഡ്രോജൻ ആറ്റത്തിനെ വരച്ചു, ഒരിവിടെ ഇതിൻ്റെ എക്സാക്ട്ലി, അപ്പോൾ ഹൈഡ്രോജൻ. ഇനി ഇതിൻ്റെ എന്താ? ജസ്റ്റ് എക്സാക്ട്ലി ദി ബാക്ക് സൈഡ് ഓഫ് ദിസ് ഹൈഡ്രോജൻ ആറ്റം. ഇത് ക്ലോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇട്ടേ നമുക്കിപ്പം പ്രൊജക്ഷനിൽ കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുക, വലിയൊരു വര ഇട്ടിട്ട് ഇതിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിൽ തന്നെ കണ്ടോ. ദിസ് ഇസ് eclipsed conformation. This is the front carbon atom and the back side it is represented by a circle. So we can see the eclipsed and staggered conformation of ethane. Clear ആയോ? എന്താണ് കൺഫോർമേഷൻ, ഏതൊക്കെ ടൈപ്പാണുള്ളത്, ഏതൊക്കെ ടൈപ്പാണെന്നുള്ളതല്ല, എന്താണ് കൺഫർമേഷൻ, എന്താണ് കൺഫോമേഴ്സ്, എന്താണ് റോട്ടേമേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് കൺഫർമേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ആണ്. ബാക്കി എല്ലാം സ്ക്യൂ ആണ്, അതിന് പറയുന്ന പേര് സ്ക്യൂ എന്നാണ്. പിന്നെ നമ്മൾ ഹൗ ടു റെപ്രസെൻറ്റ് ദ 3-dimensional arrangement of this molecule in a 2-dimensional way. There are mainly 2 ways. One is Newman projection and second one is നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷൻ. അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് സോഹോഴ്സ്, എന്താണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും വിച്ച് വൺ ഈസ് മോർ സ്റ്റേബിൾ? എക്ലിപ്സ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്ലിപ്സ്ഡ് ഓർ സ്റ്റാഗേർഡ് കൺഫർമേഷൻ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? നമ്മൾ ഇത്രയും പഠിച്ച കെമിസ്ട്രി വെച്ചിട്ട് നിങ്ങൾക്കറിയാം, മോളിക്യൂൾ അടുത്താണെങ്കിൽ റിപ്പൾഷൻ കൂടുമ്പം സ്റ്റെബിലിറ്റി കുറയും. അപ്പം ആർക്കായിരിക്കും സ്റ്റെബിലിറ്റി കുറവ്? എക്ലിപ്സ്ഡ് അല്ലേ. എക്ലിപ്സിൽ എന്താ? ഇൻ എക്ലിപ്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഇതാണേ വരയ്ക്കുന്നത്, ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഐഡൻറ്റിഫൈ എളുപ്പം. ഇൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ the hydrogen atom in 2 carbon atom are very much close together and thereby their experience an electron repulsion between these 2 non-bonded hydrogen atom. നല്ലോണം പഠിച്ചോളൂ ഇപ്പം തന്നെ. That is, in eclipsed hydrogen atom, the 2 hydrogen atom in the 2 different carbon atom are very much, അതായത് 2 hydrogen atom which are in different, 2 carbon atomത്തിലുള്ള hydrogen atoms are very much close together and thereby they experience a
repulsion between these non-bonded hydrogen atom or non-bonded electron. ഇവർ തമ്മിലുള്ള non-bonded ആയിട്ടുള്ള ഇലക്ട്രോണിൽ നിന്ന് റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യും. Thereby the energy of the molecule increases and thereby stability decreases. Stability കുറവായിരിക്കും. But in the case of staggered conformation, the hydrogen atom in two carbon atom are as far as possible, and thereby the repulsion between the electron cloud in the two hydrogen atom, non-bonded hydrogen atom, are less, and thereby they are more stable. Staggered ആയിരിക്കുന്നത് കണ്ടോ, സ്റ്റേബിളും eclipsed ആയിരിക്കുന്നത് അൺസ്റ്റേബിളും ആണ്. So the most stable one is staggered conformation compared to eclipsed. ക്ലിയർ ആയോ? 3-4 ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കാനുള്ള. ഒന്ന്, what is meant by eclipsed and staggered conformation? Explain it by considering the Newman or the Sohor's projection formula. Second one, why staggered conformation is more stable than eclipsed, or which is more stable, eclipsed or staggered conformation? What is meant by conformational isomers? Explained by considering ethane molecule. ഇത്രയും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാനുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ എന്താണ്? ടോർഷണൽ സ്ട്രെയിൻ. എന്താണ് ടോർഷണൽ സ്ട്രെയിൻ? എന്താണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മോളിക്യൂള് അതിൻ്റെ കാർബൺ ബോണ്ട് ആക്സിസിൽ സിഗ്മ ബോണ്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ഫ്രീ അല്ല. ഇറ്റ് എക്സ്പീരിയൻസ് എ സ്ട്രെയിൻ ദാറ്റ് ഇറ്റ് റിക്വയേഴ്സ് ടു ക്രോസ് എൻ എനർജി ബാരിയർ ഓഫ് 120 kJ/mol. അതെങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ദ റിപ്പൾസ്, ഇതാണ് പഠിക്കേണ്ടത്, നന്നായി പഠിച്ചോളൂ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ between the electron cloud, അത് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോൺ ക്ലൗഡ്സിന് റിപ്പൾഷൻ ഉണ്ടാവും. ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ക്ലൗഡ് വിച്ച് എഫക്ട് ദ സ്റ്റെബിലിറ്റി ഇസ് കോൾഡ് ആസ് ദി ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ വരും, ആ റിപ്പൾഷൻ വരുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ വരും. ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ക്ലൗഡ് വിച്ച് എഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ ഇസ് കോൾഡ് ആസ് ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ഈ ഒരു ടോർഷണൽ സ്ട്രെയിൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നറിയാം? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർഷണൽ സ്ട്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് റൊട്ടേഷൻ. നമുക്കറിയാലോ എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ് ഒക്കെ വരുന്നത് ഓരോ ആംഗിളിൽ ചേഞ്ച് ചെയ്ത് വരുമ്പോഴല്ലേ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആംഗിൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർഷണൽ സ്ട്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് റൊട്ടേഷൻ ബിറ്റ്വീൻ ദി കാർബൺ ബോണ്ട്. This angle is also called as torsional angle അല്ലെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന വരുന്ന ഓരോ ആംഗിളിനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ആട്ടോ, അല്ലാതെ മോളിക്യൂൾസിൻ്റെ ഈ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ഈ കാർബണിൻ്റെ ഈ ഹൈഡ്രജൻ അവർ തമ്മിലുള്ള ആംഗിൾ അല്ല മാറും. നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, ആംഗിളിൻ്റെ ഓരോ ആംഗിളിനെയും നമ്മൾ പറയും ടോർഷണൽ ആംഗിൾ അല്ലെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർഷണൽ സ്ട്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി angle of rotation between the carbon bond. This angle is also called as torsional angle or dihedral angle. Staggered has the least torsional strain. നമുക്കറിയാം സ്റ്റാഗേർഡിലാണ് ഏറ്റവും ലീസ്റ്റ് സ്ട്രെയിൻ. എങ്ങനെയാണ് വരുന്നത്? റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ക്ലൗഡാണ്. അങ്ങനെ വരുമ്പം സ്റ്റെബിലിറ്റിക്ക് ബാധിക്കുന്ന ആ ഒരു റിപ്പൾഷനെ നമ്മൾ എന്ത് പറയും? ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ അത്രയും കാര്യം നന്നായി മനസ്സിലായോ, ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞത്? അപ്പം ഈത്തേൻ മോളിക്യൂളിൻ്റെയൊക്കെ കൺഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയണം, ഇൻ ഈത്തേൻ മോളിക്യൂൾ ദ 2 carbon atom which are in sp3 hybridized state, that is the sigma bonded carbon atom, that is carbon which is having the electron clouds between the carbon is just like a symmetrical arrangement, and thereby these molecule can rotate along its own axis. During the rotation different types of conformations are possible, and thereby ethane are having infinite number of conformation, and these infinite number of momentary arrangement of molecule in space are called as conformational isomers of ethane or automers or conformers. Out of this, there are mainly 2 conformation, eclipsed and staggered conformation. In eclipsed conformation, the hydrogen atom of the front carbon atom is just below, or the hydrogen atom in one carbon atom is just behind the hydrogen atom of the other carbon atom. In staggered conformation, the 2 hydrogen atoms or the hydrogen atom in 2 different carbon atom are as far as possible. Eclipsed conformation is found to be less stable than that of staggered conformation. It is because of the repulsion experienced by the non-bonded hydrogen atom. In eclipsed conformation, the electron cloud which is present on the 2 hydrogen atom which are very much close together, they experience a repulsion between these non-bonded hydrogen atom. As the repulsion increases, energy increases and thereby stability decreases. In the case of staggered conformation, the hydrogen atoms are as far as possible, and thereby the repulsion is minimum and the energy is less and they are more stable.
Then we have to explain about torsional strain and torsional strain. That is the repulsive interaction between the electron cloud which affect the stability is called of the molecule is called torsional strain. The magnitude of torsional strain depends upon the angle through which the carbon-carbon bond is rotated, and this angle is called as torsional angle or dihedral angle. ക്ലിയർ ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തന്നോട്ടെ. ഇത്രയും നേരം നമ്മൾ ഈത്തേൻ്റെ കൺഫർമേഷൻ ആണ് പഠിച്ചത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് പ്രൊപ്പെയിൻ ബൈ യൂസിങ് ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല. അപ്പം നമ്മൾ ആദ്യം പ്രൊപ്പെയിൻ ഇതാണേ, നമ്മളത് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ CH3 ഈ CH3 വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ CH2 എവിടെ വരയ്ക്കും? അപ്പം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടത് വെച്ചാൽ ഈ CH2, അതായത് ഇതിനെ രണ്ടാളെയും കൺസിഡർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? CH H CH3 CH H H ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മോളിക്യൂളിനെ. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാം ന്യൂമാനിൽ എങ്ങനെയാണ്, ഫ്രണ്ട് കാർബൺ ആറ്റത്തിനെ ഡോട്ട് ഇട്ട് ഞാൻ H വരച്ചു, H വരച്ചു, ഒരു CH3 വരച്ചു. ഓക്കെ, അടുത്ത കാർബൺ ആറ്റത്തിൽ 3 H കണ്ടോ. ഇതേത് കോൺഫിഗറേഷനാണ്? ദിസ് ഇസ് ദി എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ. മനസ്സിലായോ? ഈ സ്റ്റാഗേർഡ് എന്തായിരിക്കും? CH മീൻ H H H CH3. ഇനി അതിപ്പോൾ എവിടെ CH3 വന്നാലും കുഴപ്പമില്ല, ഇറ്റ് ഷുഡ് ബി ഫാർ എപ്പാർട്ട്. ക്ലിയർ ആയോ? ഇതാണ് ഇത്. കാരണം ബാക്കിൽ വരയ്ക്കുന്നത് 3 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ കൊണ്ട് വരച്ചാലും അതിന് പ്രശ്നമില്ല. സോ ദിസ് ഇസ് ദി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആൻഡ് ദിസ് ഇസ് ദി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് പ്രൊപ്പെയിൻ. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് ഒരു ഹോംവർക്ക് തന്നോട്ടെ പഠിക്കുന്നവർ. ഒന്ന് ബ്യൂട്ടൈൻ്റെ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് വരച്ചെന്ന് ന്യൂമാൻ ആണ്. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല കേട്ടോ. ദാറ്റ് ഈസ് എ ഹോംവർക്ക് ഫോർ യു. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നത് ഇവിടെ ഡയഗ്രത്തിൽ മാത്രമല്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽക്കൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കൈൻ തറോ ആക്കി വെക്കുക, ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആവട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് ആൽക്കൈനാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. താങ്ക് യു.